ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത അനുയായികൾക്ക് ഖത്തർ കോഴ നൽകിയെന്നുള്ളൊരു വിവാദം ഇപ്പോൾ കത്തിപ്പടരുന്നുണ്ട്. അത് ഇസ്രായേലിന് വലിയ നാണക്കേടല്ലേ? നെതന്യാഹുവിന് വലിയ നാണക്കേടാണ്. ഇസ്രായേൽ പൊതുവെ ഒരു ജനാധിപത്യ രാജ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നെതന്യാഹുവിൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ ഈ ബന്ദികളുടെ കുടുംബങ്ങൾ പ്രകടനം നടത്തുന്നതും പ്രതിഷേധിക്കുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതല്ലേ. അതൊക്കെ അനുവദിക്കുന്ന സ്ഥലമാണത്. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. നെതന്യാഹുവിനെതിരെ പക്ഷേ വലിയൊരു സന്നാഹവും പടനീക്കവും ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. നെതന്യാഹു ഡിക്റ്റേറ്റർ ഒന്നുമല്ലോ. നെതന്യാഹു ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ മൊഴി കൊടുക്കുകയും ചെയ്തിരുന്നു. രണ്ട് സഹായികൾ, നെതന്യാഹുവിൻ്റെ രണ്ട് സഹായികൾക്ക് ഈ ഇസ്രയേലിൻ്റെ അകത്ത് ഖത്തറിൻ്റെ പേരും പെരുമയും പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ കൺസൾട്ടൻസും മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഒക്കെയാണ്. കോഴ കൊടുത്തു, പണം കൊടുത്തു, കൺസൾട്ടൻസി ഫീസ് കൊടുത്തു എന്നൊക്കെയാണ് ഇസ്രയേലിലെ മാധ്യമങ്ങളിൽ തന്നെ. ഈ മറ്റേ ഏറ്റവും വലിയ ടൈംസ് ഓഫ് ഇസ്രയേലിലൊക്കെ ഈ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം മാധ്യമങ്ങൾ പറയുന്നത് പണ്ട് വാട്ടർ ഗേറ്റ് ഉണ്ടായിരുന്നില്ലേ നിക്സന്റെ കാലത്ത്, രണ്ട് കാൾ ബേൺസ്റ്റീൻ എന്നൊക്കെ പറഞ്ഞ് രണ്ട് പത്രപ്രവർത്തകര് വലിയ വിവാദമായിട്ട് കൊണ്ടുവന്നില്ലേ. വാട്ടർ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു ആ സംഭവത്തിൽ ഉൾപ്പെട്ട. അങ്ങനെ അത് കത്തിപ്പടർന്നാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ പിന്നീട് ഗേറ്റ് ചേർക്കാൻ തുടങ്ങി, കുംഭകോണങ്ങളുടെ. അപ്പൊ ഇതിന്റെ പേര് ഖത്തർ ഗേറ്റ് എന്നാണ് ഇപ്പോൾ ഇസ്രയേലിൽ ആളിപ്പടർന്നിരിക്കുന്ന വിവാദം. ഇസ്രയേൽ മാധ്യമങ്ങൾ അതിന് ഖത്തർ ഗേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഖത്തറിനെ ഇസ്രയേലിൻ്റെ അകത്ത് സൽപ്പേരുണ്ടാക്കി കൊടുക്കാൻ, കീർത്തി ഉണ്ടാക്കി കൊടുക്കാൻ, ഖത്തറിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾക്കാണ് ഇവർക്ക് ഖത്തർ പണം കൊടുത്തത്. അപ്പോൾ 2024 മധ്യം മുതൽ ഈ വാർത്തകൾ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇത് വീണ്ടും രൂക്ഷമായിട്ടുണ്ട്. ഇതിൽ ഒരാൾ, രണ്ടു പേർക്കെതിരെയാണ് ആരോപണം. ഈ രണ്ടുപേരിൽ ഒരാൾ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ സഹായിയാണ്, ഒരാൾ മുമ്പ് സഹായിയായിരുന്ന ആളാണ്. രണ്ടുപേരും അറസ്റ്റിലാണ്. ഈ ഖത്തറിൽ നിന്ന് പണം മേടിച്ചവർ. നെതന്യാഹുവിനെ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ചോദ്യം ചെയ്യാൻ പോയ ശേഷം, ചോദ്യത്തിന് വിധേയനായ ശേഷം നെതന്യാഹു പറഞ്ഞു, ഈ രണ്ടുപേരുടെ പേരെടുത്ത് പറഞ്ഞു. യോനാഥൻ യൂറിച്ച് ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള് ഏലി ഫിൽസ്റ്റൈൻ. യോനാഥൻ യൂറിച്ചിനെയും ഏലി ഫിൽസ്റ്റൈനെയും അവരെ ബന്ദികളാക്കിയിരിക്കുകയാണ് എന്ന് ക്ഷോഭത്തോടുകൂടി നെതന്യാഹു പറഞ്ഞു. അവരെന്ന് പറഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ, ഇസ്രയേലിലെ തന്നെ. അത്രയും സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഖത്തർ ഇതിനെ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കോഴയൊന്നും കൊടുത്തതല്ല, ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിക്കരുത് എന്നാഗ്രഹിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനരഹിതമായ കഥകളാണിത്. ബന്ദികളെ മോചിപ്പിക്കരുത് ഒരു കാരണവശാലും എന്നാഗ്രഹിക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാധ്യമങ്ങളും അന്വേഷണ ഏജൻസികളും ഒക്കെ അതിൻ്റെ അപ്പുറത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ എലി ഫിൽസ്റ്റൈൻ നേരത്തെ നമ്മൾ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഈ അവിടെ നിന്നുള്ള സൈനിക രഹസ്യങ്ങളൊക്കെ ചോർത്തി നെതന്യാഹുവിൻ്റെ ഒരു സഹായി എന്ന് പറഞ്ഞ് നേരത്തെ വാർത്തകൾ വന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ എലി ഫിൽസ്റ്റൈൻ, പഴയ സഹായി എന്ന് പറയുന്നത്. ഈ യൂറിച്ച് എന്ന് പറയുന്ന ആൾ ഒരു ദശകമായിട്ട് നെതന്യാഹുവിൻ്റെ കൂടെ ഉള്ള സഹായിയാണ് യൂറിച്ച്. ലിക്വിഡ് പാർട്ടി അംഗമാണ് നെതന്യാഹു നയിക്കുന്നത്. ലിക്വിഡ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ മാനേജറാണ് ഈ യൂറിച്ച്, ഈ അറസ്റ്റിലായ ഒരാൾ. അപ്പോൾ അയാൾക്ക് പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയ കൺസൾട്ടിങ് കമ്പനി ഉണ്ട്, മാധ്യമ കൺസൾട്ടിങ് കമ്പനി. അതിൻ്റെ പേര് പെർസെപ്ഷൻ യൂറിച്ചിന് ഉണ്ട്. അപ്പോൾ ആ കൺസൾട്ടൻസി ഫേം ഈ ഇസ്രയേൽ എയിൻകോൺ എന്ന് പറഞ്ഞൊരാളുമായിട്ട് കൂട്ടുചേർന്നിട്ടാണ് ഈ പരിപാടികൾ നടത്തിയത്. അയാളും നെതന്യാഹുവിൻ്റെ സഹായിയാണ്, ഈ ഇസ്രയേൽ എയിൻകോൺ എന്ന് പറഞ്ഞ ആളും. ആ കൺസൾട്ടിങ് ഫേമിലെ ഒരു പാർട്ട്ണറാണ് യൂറിച്ചിൻ്റെ, നെതന്യാഹുവിൻ്റെ ഈ അറസ്റ്റിലായ സഹായി യൂറിച്ചിൻ്റെ ഈ ഫേം ഉണ്ടല്ലോ പെർസെപ്ഷൻ, അതിലെ പങ്കാളിയാണ്
ഈ ഇസ്രയേൽ എൻകോൺ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആദ്യമായിട്ടല്ല ഖത്തറിൽ നിന്ന് ഈ നെതന്യാഹുവിൻ്റെ സഹായികൾ കോഴ വാങ്ങി എന്നുള്ള ആരോപണം വരുന്നത്. 2022 ലോകകപ്പിന് മുമ്പ് ഖത്തറിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയും പെർസെപ്ഷന് പണം കൊടുത്തിരുന്നു എന്നുള്ള ആരോപണമുണ്ട്. പിന്നെ ഈ ഫെൽസ്റ്റെയിൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ ആള്, അയാൾ മാധ്യമങ്ങൾക്ക് ഈ സൈനിക കാര്യങ്ങളൊക്കെ ചോർത്തി എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരിക്കൽ ആരോപണം വന്നതാണ്. സൈനിക കാര്യ വക്താവായിരുന്നു അയാൾ. ഈ ഹമാസ് ആക്രമിച്ച ശേഷമുള്ള ആദ്യ ഘട്ടങ്ങളിൽ സൈനിക വക്താവായിരുന്നു. അയാൾക്കൊരു സ്ഥിരം ജോലി കൊടുക്കണമെന്ന് നെതന്യാഹു ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയില്ല അയാൾക്ക്. പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറയില്ലേ ഇവിടെ, ആ സംഭവത്തിൽ അയാൾ രക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് അയാളെ താൽക്കാലിക കോൺട്രാക്റ്റിൽ എടുത്തു വെക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷപാതിത്വം, നെപ്പോട്ടിസം, ആശ്രിത വാത്സല്യം അതിൽ നെതന്യാഹു കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ ചാനൽ, ഇസ്രയേലിലെ പ്രധാനപ്പെട്ട ചാനൽ 12, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നെതന്യാഹുവിനായി ഫെൽസ്റ്റെയിൻ പണിയെടുക്കുമ്പോൾ ഖത്തറിൻ്റെ ഒരു ലോബിയിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ഈ ഒരു രാജ്യത്തിന് വേണ്ടിയോ സ്ഥാപനത്തിന് വേണ്ടിയോ ഒക്കെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് അവർ ഗംഭീര ആളുകളാണ്, അവർ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുന്ന ആളുകളാണ് ലോബിയിസ്റ്റുകൾ. അപ്പോൾ ഖത്തറിനൊരു ലോബിയിസ്റ്റ് ഉണ്ട്, ജെ ഫുട്ലിക് എന്ന് പറഞ്ഞൊരാൾ. ഈ ജെ ഫുട്ലിക്കിൻ്റെ കയ്യിൽ നിന്നാണ് ഇവർക്ക് കോഴ കിട്ടിയിരിക്കുന്നത്. ഖത്തറിൻ്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ നിയമിച്ചിരിക്കുന്ന ലോബിയിസ്റ്റിൽ ആയ ജെ ഫുട്ലിക്കിൽ നിന്നാണ് പണം ഫെൽസ്റ്റെയിനും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഇസ്രയേൽ മാധ്യമക്കാർക്ക്, ഈ ഫുട്ലിക്ക് എന്ന് പറഞ്ഞ ലോബിയിസ്റ്റ് അല്ലേ, ഇസ്രയേലിലെ പത്രപ്രവർത്തകർക്കൊക്കെ ചാനൽ പ്രവർത്തകർക്കൊക്കെ അവിടുത്തെ മാപ്രകൾക്ക് ദോഹയിലേക്ക് ട്രിപ്പ് വിനോദയാത്രയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. അതേ മാധ്യമ പ്രവർത്തകർ പോകുമല്ലോ. മറ്റേ ഗുജറാത്തിലെ സത്താറയിലോ മറ്റോ ഉള്ള ഈ വജ്ര വ്യാപാരികളും കേരളത്തിൽ നിന്ന് കുറെ മാധ്യമ പ്രവർത്തകരെ വിമാനത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ 2 കൊല്ലം മുമ്പ് ആരോപണമായിട്ട് കേട്ടിരുന്നു. അപ്പോൾ ഫുട്ലിക്കിന്, ഈ ലോബിയിസ്റ്റ് ആയിട്ടുള്ള ഫുട്ലിക്കിന് തേർഡ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടൻസി കമ്പനി ഉണ്ട്, ഇങ്ങനെ ഈ ലോബിയിങ് ഒക്കെ നടത്താനായിട്ട്. അമേരിക്കയിലൊക്കെ ഈ ലോബിയിങ് കമ്പനികളുണ്ട്, അത് നിയമപരമാണ്. അപ്പോൾ ചൈനയ്ക്ക് വേണമെങ്കിൽ വന്നിട്ട് അവിടെ സെനറ്റിലും ഒക്കെ ലോബിയിങ് ഒക്കെ നടത്താം, പൈസ കൊടുത്തിട്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. തേർഡ് സർക്കിൾ എന്ന് പറഞ്ഞ കമ്പനി ഈ ഫുട്ലിക്കിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുട്ലിക്ക് എന്ന് പറഞ്ഞ ആളെയും തേർഡ് സർക്കിൾ എന്ന് പറഞ്ഞ അയാളുടെ കമ്പനിയെയും ലോബിയിസ്റ്റുകളെ ഖത്തർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. അവർ ഖത്തർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇസ്രയേൽ പോയിട്ട് ഖത്തർ നല്ല ഒന്നാന്തരമായ രാജ്യമാണ് എന്നാണ് പ്രചരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കാശ് കൊടുക്കുന്നത്. അപ്പോൾ നെതന്യാഹുവിൻ്റെ 2 സഹായിമാർ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു, കോഴ. ഇതാണ് ആരോപണം. അപ്പോൾ ചൊവ്വാഴ്ച ഈ ഇസ്രയേലിലെ കോടതി ഈ തേർഡ് സർക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഖത്തറിൻ്റെ ലോബിയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്നൊരു നിരീക്ഷണം നടത്തി. ഈ കേസിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ ഖത്തറിനെ ഈ പ്രൊമോട്ട് ചെയ്യാണ് ഉണ്ടായത്. മധ്യസ്ഥൻ എന്ന നിലയിൽ ഈ ഫുട്ലിക്കും അയാളുടെ കമ്പനിയും ഖത്തറിനെ പ്രൊമോട്ട് ചെയ്യാണ് ഉണ്ടായത്. ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ കമ്പനിയും അങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇസ്രയേലിലെ ഒരു ബിസിനസ്സുകാരനും ഉണ്ട്, ജിൽ ബിർജർ. ഈ ജിൽ ബിർജർ കഴിഞ്ഞ ദിവസം ഒരു കാര്യം സമ്മതിച്ചു. അയാൾ പറഞ്ഞു അയാളുടെ കമ്പനി വഴിയാണ് ഫിലിസ്റ്റൈന് ഈ പണം നൽകാൻ ഫുട്ലിക്ക് ആവശ്യപ്പെട്ടത്. അതായത് ഖത്തറിലെ ലോബിയിസ്റ്റായ ഫുട്ലിക്ക് ഇസ്രയേലിലെ ബിസിനസ്സുകാരനായ ജിൽ ബിർജർ വഴി, അയാളുടെ കമ്പനി വഴി ഫിലിസ്റ്റൈന് കോഴ കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാക്ഷിയുമായി മൊത്തം സംഭവത്തിന് വെളിപ്പെടുത്തി. അപ്പോൾ ഇത് മൊത്തത്തിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെയുള്ള ലോബിങ് ഖത്തർ ഹമാസിന്
സഹായിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്, വലിയ തോതിൽ അല്ലേ? വലിയ തോതിൽ. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ പെരുമ, ഖത്തറിന്റെ പെരുമ ഇസ്രയേലിൽ കൂട്ടിയത്? അതിനൊരു സംഭവം വേണമല്ലോ. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് ഈ ഹമാസിന് ഖത്തർ പൈസ കൊടുക്കുന്നത് ഇസ്രയേലിന് അറിയാമായിരുന്നിരിക്കുമല്ലോ. പക്ഷെ അത് തടയാനൊന്നും ഇസ്രയേൽ ശ്രമിച്ചില്ല, ഈ ലോബിയിങ് കാരണം, ഈ സഹായികൾ കാരണം. അപ്പോൾ അങ്ങനെ ഇസ്രയേൽ ഒരു ഹമാസ് പ്രീണനം നടത്തി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിൻ്റെ ആവശ്യം അതായിരുന്നു. അതിനു വേണ്ടി നെതന്യാഹുവിൻ്റെ 2 സഹായികൾ ശ്രമിച്ചു. അപ്പോൾ ഖത്തർ ഗേറ്റ് നെതന്യാഹുവിനെ താഴെ ഇറക്കുമോ? അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.